ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ NSS SNDP യോഗം ഐക്യമില്ല. ഐക്യനീക്കത്തിൽ നിന്നും NSS പിന്മാറി. ഐക്യമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന പെരുന്നയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനമായി. SNDPക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറയുകയും ചെയ്തു. NSS എല്ലാ പാർട്ടികളോടും സമദൂരമാണെന്നും NDA നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചയ്ക്ക് അയക്കുന്നത് ശരിയല്ല എന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. ഐക്യമായി മുന്നോട്ട് പോകുന്നില്ല, തീരുമാനമായി മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിരിക്കുന്നു. പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകൾ യോജിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ ആ യോജിപ്പിൻ്റെ പിന്നിൽ ഉന്നയിച്ച ആളുകൾക്ക് അതിൻ്റെ പിന്നിൽ അവരുടെ ഈ ആലോചനയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നു. രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ അതിന് മകനായാലും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. വിട്ടില്ല. വരാനായിട്ട് അനുവാദം ചോദിച്ചു, പറ്റില്ല എന്ന് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞു. അത് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കാര്യം എനിക്ക് ഈ വിഷയത്തിൽ കുറേ കൂടെ ചിന്തിച്ച് പെട്ടെന്ന് ഡയറക്ടർ ബോർഡ് അവർ വരുന്നത് കാക്കാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു. അതേസമയം ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ചാനലിൽ ഇപ്പൊ കണ്ട ഒരൊറ്റ വിവരം മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു മറുപടി ഈ ചാനലിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു മറുപടി ഞാൻ പറയുന്നത് ശരിയല്ല. ഇതിന്റെ എല്ലാം പൂർണ്ണ രൂപം അറിഞ്ഞ ശേഷം അതിന് ഞാൻ മറുപടി പറയാം. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ചോദ്യങ്ങളോ അതിന് മറുപടികളോ നമുക്കിപ്പോൾ അപ്രസക്തമാണ്. സായികുമാറും ആർ റോഷിപാലും ലേബി സുരേന്ദ്രനും TV പ്രസാദുമാണ് സമഗ്രമായ വിവരങ്ങളുമായി. ആദ്യം സായികുമാറിലേക്ക്. സായികുമാർ, NSSന്റേത് നിലപാടിൽ നിന്നുള്ള പിന്മാറ്റമാണ്. ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് ഇത് ഡയറക്ടർ ബോർഡിന്റെ തീരുമാനമായി ഇത് പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം സുകുമാരൻ നായർ എന്റെ തീരുമാനം എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ യോഗത്തിൽ നടന്നത്? സ്മൃതി, ഇങ്ങനെ ഒരു ഐക്യനീക്കം പ്രഖ്യാപിച്ച് കൃത്യമായി പറഞ്ഞാൽ 8ാം ദിവസം തന്നെ ആ ഒരു അധ്യായം അവസാനിക്കുകയാണ്. വലിയ രീതിയിൽ ആദ്യം NSS സ്വാഗതം ചെയ്യുകയും പക്ഷേ 8ാം ദിവസം അതിൽ നിന്ന് നാടകീയമായി പിന്മാറുകയും ചെയ്യുമ്പോൾ ഇതിലൊരു അപകടം NSS മണത്തറിഞ്ഞു എന്നാണ് ഇപ്പോൾ സുകുമാരൻ നായരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഐക്യനീക്കത്തിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് നിന്നുകൊടുത്താൽ NSS ഇതുവരെ പിന്തുടർന്നു പോന്നിരുന്ന സമദൂരം എന്നുള്ള നിലപാടിൽ നിന്ന് ഒരു പിന്നോട്ട് പോക്കായി പോകുമോ എന്നുള്ള ഒരു സംശയം NSSന് ഉണ്ടാവുകയും അങ്ങനെ ഈ നീക്കത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം ഡയറക്ടർ ബോർഡ് എടുക്കുകയുമായിരുന്നു. നേരത്തെ നമ്മൾ കേട്ടതാണ്, G. സുകുമാരൻ നായർ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളെ സർവാത്മന പിന്തുണയ്ക്കുകയും ഈ ഒരു ഐക്യനീക്കത്തിന് തങ്ങളും കൈകൊടുക്കും, ഇപ്പോൾ SNDPയുമായി ഭിന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന് പറഞ്ഞത്. പക്ഷേ SNDP വിശദമായ ഒരു യോഗം ചേരുകയും NDA നേതാവായ BDJS നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ഈ ഐക്യനീക്കത്തിന്റെ ചുമതലക്കാരനായി നടത്തിപ്പുകാരനായി നിയോഗിക്കുകയും G. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്താൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അവിടെ നിന്നാണ് ഈ ഒരു ഐക്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള NSSന്റെ ആലോചനയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ NDA നേതാവായ BDJSന്റെ ചുമതലയിൽ ഈ ഒരു ഐക്യത്തിന് കൈകൊടുത്താൽ അതൊരു രാഷ്ട്രീയ ലക്ഷ്യമായിട്ടുള്ള ഒരു വരവായിട്ടാണ് NSS കണ്ടത്. അതുകൊണ്ട് തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്ക് പെരുന്നയിലേക്ക് വരുന്നതിനുള്ള അനുവാദം പോലും G. സുകുമാരൻ നായർ കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും NSS SNDPക്ക് മുന്നിൽ ആ വാതിൽ കൊട്ടിയടയ്ക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഐക്യനീക്കത്തിന് നിന്നുകൊടുക്കാൻ തൽക്കാലം NSS ഇല്ല. NSSന്റെ പ്രസക്തിക്ക് തന്നെ കോട്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ പോകും എന്നുള്ള ഒരു വിലയിരുത്തൽ NSSനുണ്ടായി. മാത്രമല്ല, ഐക്യം എന്നത് അടഞ്ഞ അധ്യായം എന്ന പ്രയോഗമാണ് ഇപ്പോൾ G. സുകുമാരൻ നായർ നടത്തിയിരിക്കുന്നത്. ലേബി സുരേന്ദ്രനിലേക്ക്. ലേബി, SNDP യോഗത്തിന്റെ ഒരു വലിയ നീക്കമായിരുന്നു നായാടി മുതൽ നസ്രാണി വരെ എന്ന ആഹ്വാനം. അത് അല്പം വർഗീയമായ ആഹ്വാനമാണ്. ആ ആഹ്വാനത്തിൽ നായർ ഈഴവ ഐക്യം സാധ്യമാണ് എന്നാണ് അന്ന് സുകുമാരൻ നായർ പറഞ്ഞത്. അതിനുള്ള പ്രത്യേക കാലമാണ് എന്നുകൂടിയായിരുന്നു അന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് തീരുമാനം മാറ്റിക്കൊണ്ടുള്ള കടുത്ത നിലപാട് തന്നെ ഇന്ന് NSSന്റെ പെരുന്നയിലെ യോഗത്തിൽ എടുക്കുമ്പോൾ SNDP യോഗത്തിന് നീക്കമല്ലേ പൊളിയുന്നത്, രാഷ്ട്രീയ നീക്കമാണെന്ന് തിരിച്ചറിഞ്ഞു എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ മകൻ എന്ന നിലയ്ക്ക് തുഷാർ വരികയല്ല, BDJSന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്കുള്ള വരവാണ്. അത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ കൊട്ടിയടയ്ക്കുന്നു. SNDPക്ക് വലിയ തിരിച്ചടിയല്ലേ ലേബി സുരേന്ദ്രൻ?
സ്മൃതി, തീർച്ചയായും തിരിച്ചടി തന്നെയാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ. കാരണം വെള്ളാപ്പള്ളി നടേശൻ തുടർ ചർച്ചകൾക്ക് നേരിട്ട് വരാതെ പകരം മകനും BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയെ അയക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും NSSന് ഒരു അപ്രീതി ഉണ്ടായിട്ടുണ്ട്, അനിഷ്ടമുണ്ടായിട്ടുണ്ട്. എന്നാൽ അത് മാത്രമാണ് ഈ മാറി ചിന്തിക്കാനുള്ളതിന് പ്രേരണയായത് എന്ന് പറയാനേ സാധിക്കില്ല. ഇത് കറക്റ്റ് രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്. അതൊരു അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. ആ അതൃപ്തി ഇന്ന് ഡയറക്ടർ ബോർഡിൽ എല്ലാവരും പങ്കുവച്ചിട്ടുണ്ടാകും. അത് സ്വാഭാവികം തന്നെയാണ്. അത് മാത്രമല്ല, ഇവിടെ ഈ നമ്മൾ സുകുമാരൻ നായരുടെ പ്രതികരണം വരുന്നതിന് മുമ്പ് തന്നെ സ്മൃതി നമ്മളത് ചർച്ച ചെയ്തതാണ്. കാരണം ഇവിടെ SNDPക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുന്നോ എന്നുള്ള ഒരു ആശങ്ക NSSന് വന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കാരണമായത്. ഇതിപ്പോൾ ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ, മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ താൻ തന്നെ ഇത് തിരുത്തുന്നു എന്ന് പറഞ്ഞതിനെയും പൂർണ്ണമായും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ നിലപാട് പിന്നീട് മാറിയിട്ടുണ്ടാവാം. എന്നാൽ ഡയറക്ടർ ബോർഡിൽ കൃത്യമായ നിലപാട് വന്നിട്ടുമുണ്ടാകാം. ഈ 22 പേരും അടങ്ങുന്ന ഈ ഡയറക്ടർ ബോർഡ് സുപ്രധാന തീരുമാനങ്ങളെല്ലാം NSS എടുക്കുന്നത് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തന്നെയാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസം കടന്നു വന്നിട്ടുണ്ടാകാം. ഇതിന്റെ അത് മാത്രമല്ല സ്മൃതി, നോക്കുക, തുടർഭരണം LDFന് വരികയാണെങ്കിൽ അപ്പോൾ പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയായി വരിക. അത് ഈഴവ സമുദായത്തിന് അല്ലെങ്കിൽ SNDPക്ക് തന്നെയാണ് സാമുദായികപരമായി നേട്ടമുണ്ടാകുക. അതേസമയം മറിച്ച് UDF ആണ് അധികാരത്തിൽ വരികയെങ്കിൽ ആര് മുഖ്യമന്ത്രിയായാലും അത് സമുദായ അംഗം തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു നിലയ്ക്കൊക്കെ ഇതിന്റെ രാഷ്ട്രീയപരമായ സാമുദായികപരമായ ആലോചനകളൊക്കെ കടന്നു പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞാൻ കരുതുന്നു തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് ചർച്ചയ്ക്ക് ചെല്ലാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അപ്രീതി ഉണ്ടാക്കിയിട്ടുണ്ട്, അനിഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ രാഷ്ട്രീയപരമായ കാരണം രാഷ്ട്രീയപരമായ ആലോചനകൾ തന്നെയാണ്. രാഷ്ട്രീയപരമായി കോട്ടമുണ്ടാകും അല്ലെങ്കിൽ SNDPക്ക് നേട്ടമുണ്ടാകും എന്നുള്ള ആലോചന തന്നെയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. റോഷിബാൽ, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസവും BJPയെയും അതോടൊപ്പം തന്നെ CPMനെ സംബന്ധിച്ചും ഒരു തിരിച്ചടിയാകുകയാണ് ഈ ഐക്യം ഇപ്പോൾ ഇല്ല എന്നുള്ള നിലപാട്. ഈ ഐക്യം രാഷ്ട്രീയ ആലോചനകളിൽ SNDP യോഗം എടുത്തതാണ് എന്ന തിരിച്ചറിവ് തങ്ങൾക്കുണ്ടായി എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. ഈ ഐക്യം പൊടിയുമ്പോൾ ആശ്വാസം കോൺഗ്രസ് പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എങ്കിലും ഏറ്റവും അധികം അത് ഗുണം ചെയ്യുക കോൺഗ്രസിനെ അല്ലേ റോഷിബാൽ? സ്മൃതി, കോൺഗ്രസിന് വലിയ രീതിയിൽ ആശ്വാസം തന്നെയാണ്. UDFന് തന്നെ ആശ്വാസമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 മാസത്തിനപ്പുറം നടക്കുകയാണ്. NSSും SNDPയും കൈകോർത്താൽ അവരൊരു സമ്മർദ്ദ ശക്തിയായി മാറുകയും ചെയ്യും. സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടത്തുന്ന ഐക്യത്തിന്റെ ആഹ്വാനവും ആശയ പ്രചാരണവും അത് UDFനെതിരാണെന്ന ആ ദിവസങ്ങളിൽ തുടക്കത്തിൽ തന്നെ വ്യക്തമായതാണ്. 2 സമുദായ സംഘടനാ നേതാക്കളും കൃത്യമായി UDFനെതിരെ ആഞ്ഞടിക്കുന്ന സാഹചര്യം. ആ നിലപാടുകൾ മാറ്റം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്തേണ്ടത് തുഷാർ വെള്ളാപ്പള്ളി എന്ന NDA നേതാവിനെ NSS ആസ്ഥാനത്തേക്ക് അയക്കുമ്പോൾ അതുവഴി NSS മനസ്സിലാക്കുന്നു ഇതിന്റെ ഒരു ദുസ്സൂചന. കാരണം ഇത് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കാനാണോ ഇങ്ങനെ ഒരു സാമുദായിക ഐക്യമെന്ന്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ തിരുത്തലിന് സുകുമാരൻ നായരും NSSും തയ്യാറാകുന്നത്. കാരണം വളരെ നേരത്തെ തന്നെ മതേതര നിലപാട് സ്വീകരിച്ച സമുദായ സംഘടനയാണ് NSS. ഒരു കാലത്തും BJPയുമായോ RSSുമായോ കൈകോർക്കാനോ സഹകരിക്കാനോ തയ്യാറായ ചരിത്രം NSSനില്ല. ഒരു കാലത്തും NSSന്റെ ആസ്ഥാനത്തേക്ക് BJPയുടെ നേതാക്കളെ അവിടെ സ്വീകരിക്കുന്ന പതിവുമില്ല. അങ്ങനെ BJPയുടെ നേതാക്കൾക്ക് മുന്നിൽ ആ വാതിലുകൾ എല്ലാ ഘട്ടത്തിലും കൊട്ടിയടക്കുന്നതാണ് പതിവ്. അതുകൊണ്ട് തന്നെ അങ്ങനെ BJPക്ക് അനുകൂലമായ RSSന് അനുകൂലമായ ഒരു നിലപാട് NSS സ്വീകരിക്കില്ല. അങ്ങനെ ഒരു നിലപാടിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന ഒരു ദുസ്സൂചന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക ഒരുപക്ഷെ സുകുമാരൻ നായർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അത് NDA നേതാവ്, NDAയിലെ പ്രധാനപ്പെട്ട നേതാവ്, BDJS NDAയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. അങ്ങനെയുള്ള ഒരാൾ തുഷാർ വെള്ളാപ്പള്ളി അവിടേക്ക് വരുമ്പോൾ അത് നൽകുന്ന സന്ദേശം അത് തെറ്റായിരിക്കും എന്ന ബോധ്യം തന്നെയാണ്. കാരണം NSSന്റെ പ്രധാനപ്പെട്ട പല ചുമതലകളിലുള്ള നേതാക്കൾ ഭൂരിഭാഗവും അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരാണ്, അല്ലെങ്കിൽ കുറച്ചുപേർ BJP ഉണ്ടാകാം. എന്നാലും എല്ലാ ഘട്ടത്തിലും NSS മതേതര നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു നിലപാടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടം കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. UDF നേരത്തെ ഭയപ്പെട്ടത് ഈ ആശയങ്ങൾ വല്ലാതെ പ്രചരിക്കപ്പെട്ടാൽ അത് തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കുമോ, എതിരായി പ്രതിഫലിക്കുമോ എന്നാണ്. അങ്ങനെ ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇനി UDFന് ഉണ്ടാകില്ല. കാരണം ഇനി വെള്ളാപ്പള്ളി തനിച്ച് ഈ ആശയവുമായി മുന്നോട്ട് പോകേണ്ടി വരും. NSSന്റെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണയും ഉണ്ടാകില്ലെന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞു.